മാർത്ത ആൻഡ് മേരി എന്ന പ്രോഗ്രാമിലേക്ക് ഷാലോം ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സിസ്റ്റേഴ്സ് ഓഫ് നസ്രത്ത് സഭയിലെ മുതിർന്ന അംഗവും അമ്മ മാസികയുടെ മുൻ എഡിറ്ററും 18ഓളം പുസ്തകങ്ങളുടെ രചയിതാവും കവിതയിലും സാഹിത്യത്തിലും തനതായ വ്യക്തിമുദ്ര പതിച്ചതുമായ ഈ അമ്മയെ നമുക്കിന്ന് പരിചയപ്പെടാം. സിസ്റ്റർ ജമ്മ CSN. മലയാള സാഹിത്യത്തിൽ തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് കേരളക്കരയിൽ സിസ്റ്റർ മേരി ബെനിഞ്ഞാമയ്ക്ക് ശേഷം 50ഓളം കവിതകളും നിരവധി ഗ്രന്ഥങ്ങളും രചിച്ച് ക്രൈസ്തവ സാഹിത്യ സമിതി അവാർഡടക്കം നിരവധി പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിയ സന്യാസിനി സിസ്റ്റർ ജമ്മ CSN. സന്യാസിനി സഭയിൽ ചേർന്ന് അമ്മ മാസികയിലൂടെ സാഹിത്യരംഗത്ത് വളർന്ന് 83ാമത്തെ വയസ്സിലും നിരവധി സ്വപ്നങ്ങളും കാഴ്ചപ്പാടുകളും ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന സിസ്റ്റർ ജമ്മയുടെ ജീവിതാനുഭവങ്ങൾ സന്യാസ ദൈവവിളിക്ക് മാത്രമല്ല സാഹിത്യലോകത്തിനും പ്രചോദനമാകുമെന്നതിൽ സംശയമില്ല. സിസ്റ്റർ ജമ്മയുടെ 50 കവിതകളിൽ നിന്നും തിരഞ്ഞെടുത്ത ഏതാനും വരികൾ തന്നെ ഈ സന്യാസ ജീവിതത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നു. മന്ദഗതി വിലങ്ങുവയ്ക്കാത്തയൻ കർമാഭിലാഷങ്ങളെ ദൂരേക്കു പറത്തും ഞാൻ. മൗനത്തിനാഴങ്ങളിൽ ഊളിയിട്ടിറങ്ങുമ്പോൾ മന്ത്രിക്കും ഒരു ദൈവദൂതന്റെ സ്വരം. ശാന്തിതൻ മന്ത്രം പാടി ഉണരാം കാലത്തിൻ്റെ ഹൃത്തിലേക്കൊരു തുള്ളി കനിവായി പതിക്കണം. ഭീരുത്വം സത്യത്തിൻ്റെ വായ് മൂടാതിരിക്കണം. നേരിനായി വേണ്ടി വന്നാൽ കുരിശിൽ മരിക്കണം. കൈതവം കലരാത്ത തുറന്ന മനസ്സിനെ കൈവല്യം തിളങ്ങുന്ന പുഞ്ചിരി നൽകാനാവൂ. പൂവണിപ്പാതകളിൽ നടന്നിട്ടില്ല എൻ്റെ നാവിലെ സ്തുതിഗീതം. മുൾമുനയേൽക്കുമ്പോഴും പാടുന്നു ഹൃദയത്തിൽ മാധുര്യം നിറയുന്നു. ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. അമ്മയുടെ സാഹിത്യ സൃഷ്ടികളിലെ പ്രമേയങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് പറഞ്ഞേ? ഈ 18 പുസ്തകങ്ങളിൽ 3 കവിത തന്നെ, 1 കഥാപ്രസംഗം, പിന്നെ 1 ചെറുകഥ, പിന്നെ 1 ലഘു നാടകം, പിന്നെ ഞങ്ങൾ ഗദ്യ പുസ്തകങ്ങൾ. അത് പ്രമുഖമായിട്ടും കുടുംബത്തെ കേന്ദ്രീകരിച്ചുള്ളതും ഉള്ളതാണ്. സാമൂഹികതയെ പറ്റിയുള്ളത് കവിതകൾ വന്നിട്ടുണ്ട്. ബെർലിൻ മതിലുകൾ. അപ്പം ഞാൻ റോമിൽ പോയപ്പം ജർമ്മനി ചെന്നിട്ടാണ് പോയത്. ആ കൊല്ലം ബെർലിൻ മതിൽ പൊളിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ഇപ്പുറത്ത് നിന്ന് ഈ പടിഞ്ഞാറൻ വെസ്റ്റേൺ ജർമ്മനിയിൽ ഇങ്ങനെ പൊക്കി കെട്ടിയിട്ടുണ്ട്. നമുക്കവിടെ കയറുന്ന കാണാം. ഈസ്റ്റേൺ ജർമ്മനിയിൽ അവിടെ ഇങ്ങനെ ഒരു മനുഷ്യനെയും കാണാനില്ല. അവിടെ റോന്ത് കിട്ടുന്ന പോലീസിനല്ലാതെ. അപ്പോൾ ആ കാഴ്ച ഞാൻ കണ്ടതാണ്. പിന്നെ ഹിറ്റ്ലറിൻ്റെ കെട്ടിടം എൻ്റെ അടുത്ത് തന്നെയാണ് കിടന്ന് മരിച്ച കെട്ടിടമൊക്കെ. അത് കഴിഞ്ഞ് വന്നിട്ടാണ് പിറ്റേ കൊല്ലാണ് ബെർലിൻ മതിൽ പൊളിച്ചത്. അപ്പം ബെർലിൻ മതിൽ എന്ന് പറഞ്ഞൊരു കവിത എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇതിൻ്റെ ടച്ച് ഉണ്ടല്ലോ ഇതിൽ. പിന്നെ കണ്ണാടി നോക്കുന്ന കിളിക്കുഞ്ഞ്, അത് അമാവാസ്യയിലാണ് അധികം പബ്ലിഷ് ചെയ്ത കവിതകൾ. മറ്റു സ്ഥലത്ത് ലേഖനങ്ങൾ അധികം വന്നേക്കുന്നത്. അപ്പോൾ അത് ഞങ്ങൾ ഈ വരാന്തയിൽ വാഷിംഗ് ബേസിന് മുകളിൽ കണ്ണാടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കിളി പക്ഷിക്കുഞ്ഞ് എന്നും ഈ കണ്ണാടി അതിൻ്റെ പ്രതിച്ഛായ കണ്ടിട്ടായിരിക്കും അതുമായിട്ട് കൊത്തും. അപ്പോൾ ഞാനിത് കണ്ടപ്പോൾ എനിക്കത് കിളി. അപ്പോൾ അത് എൻ്റെ ഒരു സോഷ്യലായിട്ടുള്ള പല വിഷയങ്ങളെയും കേന്ദ്രീകരിച്ച് മുത്തശ്ശിമാർ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അങ്ങനെ ഞാനാ ഉള്ളത് അങ്ങനെയൊക്കെ ഞങ്ങൾ ചോദിച്ചു തന്നെ ഒരു കവിതയും കൂടെ എഴുതിയിട്ടുണ്ട്. അതും അമാവാസ്യ പബ്ലിഷ് ചെയ്തെന്ന് എനിക്ക് തോന്നുന്നു. അത് പുസ്തകമാക്കിയിട്ടില്ല എന്ന് എനിക്ക് തോന്നണേ. കണ്ണാടി നോക്കുന്ന കിളിക്കുഞ്ഞെന്ന് അതിൻ്റെ പേര് ഇത് കൊടുത്തേക്കുന്നത്. സാഹിത്യരംഗത്ത് അമ്മ സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകിച്ച് എന്തൊക്കെയാണ് എഴുതിയിരിക്കുന്നത്? പിന്നെ ആ പുസ്തകത്തിൽ ലേഖനങ്ങൾ വന്നിട്ടുണ്ടെന്നല്ലാതെ സ്ത്രീകൾക്ക് വേണ്ടി കടലിൽ കാഴ്ച വയ്ക്കുക എന്നുള്ള സ്ത്രീകൾക്ക് വേണ്ടി മാത്രം എഴുതിയതാണ്.
പിന്നെ പിന്നെ മറ്റു ലേഖനങ്ങൾ സ്ത്രീ അമ്മ കുടുംബത്തിനുള്ളിൽ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള സ്ത്രീകളെ പറ്റിയുള്ളതുകൊണ്ട് ഈ സാമൂഹികമായിട്ട് വിദ്യാഭ്യാസത്തെ പറ്റിയിട്ടുണ്ട്. വിദ്യാഭ്യാസത്തിലെ മൂല്യച്യുതി എന്ന് പറഞ്ഞൊരു ചിലപ്പോൾ നീണ്ടൊരു ലേഖനമുണ്ട്. അതും സാമൂഹികമായിട്ട് ഭീഷണിയുള്ള ലേഖനമാണത്. അതുപോലെ അതുകൊണ്ട് പിന്നെ എല്ലാത്തിപ്പോൾ ഹെഡിങ് എനിക്ക് പറയാൻ പുസ്തകം കയ്യിലുണ്ടെങ്കിൽ എല്ലാം എന്തെങ്കിലും പറയാൻ പറ്റില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ സ്ത്രീകളുടെ കുടുംബജീവിതത്തിലുള്ള പങ്കാളിത്തത്തെക്കുറിച്ച് അതിനെക്കുറിച്ചൊക്കെ അമ്മ എഴുതിയിട്ടുണ്ടോ? കുറച്ചൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. പുസ്തകം നോക്കിയാൽ എനിക്ക് പറയാൻ പറ്റുള്ളൂ. എന്നുവെച്ചാൽ അപ്പോൾ അധ്യാപകം കൊണ്ട് പോന്നിട്ട് 97 പോകുന്നതാണ്. അത് പിന്നെ അധികം എഴുതിയിട്ടില്ല. അപ്പോൾ അതിന് മുമ്പുള്ള ലേഖനങ്ങളാണ് ഇപ്പോൾ ഈ പുസ്തകത്തിലൂടെ അധികം വന്നേക്കുന്നത്. അതിനുമുമ്പ് ഈ അടുത്ത കാലത്ത് നിന്ന് എഴുതിയ പുഴുക്കുത്തു വീണ പൂമുട്ടുകൾ എന്ന് പറഞ്ഞത് എപ്പോഴത്തെ പെൺകുട്ടികളുടെ വസ്ത്രധാരണത്തിൻ്റെ എല്ലാം അങ്ങനെ ബോയ്സും ഗേൾസും നമ്മളൊരു ആരുടെ ഒരു നോട്ടമില്ലാതെയുള്ള മിങ്കിളിങ് അങ്ങനെ അതേപോലെ അതൊരു ലേഖനത്തിൽ പുസ്തകമാക്കിയൊന്നും ഞാൻ ഓർക്കുന്നില്ല. പുസ്തകമാക്കിയിട്ടില്ല എന്ന് ചെയ്യുന്നത് അമ്മമാസിയിൽ വന്നെന്ന് തോന്നുന്നു. അതിൻ്റെ മാസ്ക്രിപ്റ്റ് അതിനും കണ്ടിട്ടുണ്ട്. ചെറുപ്പകാലം തുടങ്ങി മാമൻകുട്ടി ചേച്ചിക്ക് വായനൊരു അഭിമുഖ്യം ഉണ്ടായിരുന്നു. എന്ത് കിട്ടിയാലും വായിക്കുക, പുസ്തകങ്ങൾ വായിക്കുക, കൊണ്ട് നടക്കുക എന്നൊക്കെ പറഞ്ഞ്. അതുകൊണ്ട് പഠിക്കാനും പിടിക്കായിരുന്നു, വായനാശീലം ഉണ്ടായിരുന്നു. അന്നൊന്നും പത്രമൊന്നും ഇത്രയൊന്നും ഉണ്ടായിരുന്നില്ല. സത്യദീപം ഉണ്ടായിരുന്നു തോന്നുന്നു. ഇതിനൊക്കെ വായിച്ച അമ്മവാസിയൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ് പുള്ളി അമ്മവാസിയിലേക്ക് വന്നേ പിന്നെ കുറച്ചുകൂടി എഴുതാനും വായിക്കാനും കുറച്ചുകൂടി ഒരു ആഭിമുഖ്യം വന്നത്. ആർട്ടിക്കിളൊക്കെ എൻ്റെ ഓർമ്മയിൽ പുള്ളിയുടെ ആർട്ടിക്കിളൊക്കെ ഞാൻ കാണുന്നത് അമ്മവാസിയിൽ വന്നേ പിന്നെയാണ്. വീട്ടിലത്തൊക്കെ സ്കൂൾ മീറ്റിങ്ങിനൊക്കെ കയറും അഭിപ്രായം പറയും എന്നൊക്കെയുള്ളതുണ്ടായിരുന്നുള്ളൂ. ആ വായനാശീലം ഇപ്പോഴും തുടരുന്നുണ്ട്. പുസ്തകങ്ങളൊക്കെ എഴുതാനാണെങ്കിൽ ഇപ്പോഴും കിട്ടുന്ന സാഹചര്യം പുള്ളി ഉപയോഗിക്കുന്നുണ്ട്. സാഹിത്യരംഗത്ത് സിസ്റ്ററിന് വളരാൻ സാധിച്ചതും അമ്മ മാസികയിലെ പ്രവർത്തനങ്ങളിലൂടെയാണ്. സമൂഹത്തിനു വേണ്ടി, പ്രത്യേകിച്ച് സ്ത്രീ സമൂഹത്തിനു വേണ്ടി തൂലിക ചലിപ്പിച്ച് സന്യാസ ജീവിതത്തെ ധന്യമാക്കിയ സിസ്റ്റർ ജമ്മയുടെ ജീവിതം നമുക്കും അനുകരണീയമാണ്. പ്രശസ്ത കവയിത്രി സിസ്റ്റർ മേരി ബെനിഞ്ഞാമയ്ക്ക് ശേഷം കേരളക്കരയിൽ സാഹിത്യരംഗത്ത് ഏറ്റവും കൂടുതൽ കവിതകൾ രചിച്ചിട്ടുള്ള സന്യാസിനി സിസ്റ്റർ ജമ്മയാണ്. 18ഓളം ഗ്രന്ഥങ്ങളും 50-ലേറെ കവിതകളും ഏകാന്ത നാടകങ്ങളും ചെറുകഥകളും രചിച്ച് മലയാള സാഹിത്യത്തിന് അതുല്യമായ സംഭാവന നൽകിയ സിസ്റ്റർ ജമ്മയുടെ സ്ത്രീ, അമ്മ, കുടുംബം എന്ന പുസ്തകം ഏറെ പ്രസിദ്ധിയാർജിച്ചതാണ്. സോഫിയ ബുക്സ് പ്രസിദ്ധീകരിച്ച ഈ പുസ്തകം സിസ്റ്ററിൻ്റെ ലേഖനങ്ങളുടെ സമാഹാരമാണ്. സ്ത്രീയെ വിവിധ ഭാവങ്ങളിൽ സമഗ്രമായി വിലയിരുത്തുന്ന, സ്ത്രീയാൽ തന്നെ രചിക്കപ്പെട്ട, എന്നാൽ പക്ഷപാതിത്വമെന്ന ആരോപണത്തിന് ഇടം കൊടുക്കാത്ത ചുരുക്കം ചില ഗ്രന്ഥങ്ങളിലൊന്നാണ് സിസ്റ്റർ ജമ്മ രചിച്ച ഈ പുസ്തകം. സ്ത്രീ ആരാകണം, അമ്മ എങ്ങനെയാകണം എന്നിങ്ങനെയുള്ള വിഷയങ്ങൾക്ക് കൃത്യമായ ഉത്തരം നൽകി ഈ ഗ്രന്ഥം കടന്നു പോകുമ്പോൾ സിസ്റ്റർ ജമ്മയുടെ പ്രവാചക ദൗത്യവും നാം ദർശിക്കുകയാണ്. ഒരു സന്യാസിക്ക് തൂലികയിലൂടെയും പ്രവാചികയാകാമെന്ന് തെളിയിക്കുകയാണ് സിസ്റ്റർ ജമ്മ CSN. പക്ഷേ പലപ്പോഴും പല സ്ത്രീകളും തങ്ങളുടെ സമത്വവും ശ്രേഷ്ഠതയും മനസ്സിലാക്കുന്നതിലും നിർവചിക്കുന്നതിലും പരാജയപ്പെടുന്നതായി കാണുന്നു. പുരുഷനെ എതിർചേരിയിൽ നിന്ന് വെല്ലുവിളിക്കുന്നതിലോ തനിക്ക് താൻ എന്ന മട്ടിൽ നിസ്സഹരിക്കുന്നതിലോ അധികാരം പിടിച്ചെടുക്കുന്നതിലോ അല്ല സ്ത്രീയുടെ സമത്വവും മഹത്വവും കുടികൊള്ളുക. അവൾ പുരുഷന് ഇണയും തുണയുമാകേണ്ടവളാണ്. അവളുടെ ശാരീരിക മാനസിക ഘടനകളെ അതിനുതകും വിധമാണ് പ്രപഞ്ച സൃഷ്ടാവ് ക്രമപ്പെടുത്തിയിരിക്കുന്നത് എന്നുവെച്ച് പുരുഷൻ്റെ അടിമയാകാനുമല്ല. പണ്ടത്തെ കാലഘട്ടത്തിൽ സ്ത്രീകൾ കുടുംബം നോക്കുന്നു, പുരുഷന്മാർ പുറത്തുപോയി ജോലി ചെയ്യുന്നു. ഇന്നിപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ രണ്ടുപേരും ഭാര്യയും ഭർത്താവും ജോലിക്ക് വേണ്ടി പുറത്തോട്ട് ഇറങ്ങിയാൽ ഒരു കുടുംബം ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഒരു സാഹചര്യം ആയിരിക്കുന്നു. അങ്ങനത്തെ ഒരു സാഹചര്യമാണ്. അതെ. അപ്പോൾ അമ്മയുടെ കാഴ്ചപ്പാട് എന്താണ് ഇതിനെപ്പറ്റി പറയാൻ? ഞാൻ അതേപ്പറ്റി പറഞ്ഞതാണ്, മനുഷ്യോചിതമായ രീതിയിൽ പട്ടിണി കൂടാതെ വലിയ ദാരിദ്ര്യമില്ലാതെ ജീവിക്കാൻ പോകുന്ന കുടുംബ സ്വത്ത് ഉണ്ടെങ്കിൽ അമ്മ കുട്ടികൾക്കൊരു വിദ്യാഭ്യാസം പ്രായമാകുന്നവരെങ്കിലും ഈ കുട്ടിയെ നോക്കാനായിട്ട് വീട്ടിൽ നിൽക്കുന്നത് നല്ലതാണ്. എങ്കിലേ കുട്ടിയുടെ സ്വഭാവ രൂപീകരണം സാധിക്കുകയുള്ളൂ. അപ്പം അത് കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് ജോലിക്ക് പോയാൽ സമ്പാദിക്കാം. അപ്പം അതിനു മുമ്പ് അപ്പനും കുറച്ച് ത്യാഗം ഏറ്റെടുക്കണം ഈ കുടുംബത്തെ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് പോകാനായിട്ട്. പിന്നെ ഒറ്റ കുഞ്ഞെന്നുള്ള
ആ വീക്ഷണം ഒന്നല്ലെങ്കിൽ 2 അതും ആരോഗ്യകരമായൊരു വീക്ഷണമല്ല. ഒരു നോർമൽ കുടുംബത്തിന് 4 പേരെന്നുള്ളതാണ് സാധാരണ. കാരണം ഇപ്പോൾ ചേട്ടനും അനിയനും തമ്മിലുള്ള സംസാരമല്ല അത് ആങ്ങളെയും പെങ്ങളും തമ്മിലുള്ളത്. ചേട്ടത്തി അനിയത്തിയും തമ്മിലുള്ള ആ കോണ്ടാക്റ്റ് അല്ല ആങ്ങളെയും പെങ്ങളും തമ്മിലുള്ളത്. അപ്പം അത് സ്നേഹബന്ധമായിട്ടുള്ള ബന്ധമുണ്ട്. പക്ഷേ അവരുടെ സമീപനത്തിന് പരസ്പരം ആശയങ്ങൾ അല്ലെങ്കിൽ സംസാരത്തിൽ കൈമാറുന്നതിന് വ്യത്യാസമുണ്ട്. ഒരു പെൺകുട്ടിയുടെ ഒരു ആൺകുട്ടിക്കെല്ലാം ശരിക്കും പറയാൻ പറ്റില്ല, ഒരു ആൺകുട്ടിയുടേത് പെൺകുട്ടിക്കെല്ലാം ശരിയാക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് ഒരു കുടുംബത്തിലെ സാഹചര്യം എന്നെ പ്രേരിപ്പിച്ചത്. ഞങ്ങളുടെ അടുത്തുള്ള ഒരു കുടുംബത്തിലെ ഒരു ഏക മകൾ, ആ മകളുടെ അമ്മ മരിച്ചപ്പോൾ ആ അമ്മയ്ക്ക് ആങ്ങളമാരൊക്കെ കുറേ പേരുണ്ട്. അപ്പോൾ ഈ അമ്മയ്ക്ക് ഈ അപ്പനും കൂടി ഒരു ഏക മകളേ ഉള്ളൂ. ആ മകളിൽ ഇതിങ്ങനെ അടുക്കിനൊക്കെ ഞാൻ പോയി. ഈ ആങ്ങളമാരെ ചേച്ചിയെ പറ്റി പറഞ്ഞു ഇഷ്ടംപോലെ, ആങ്ങളാച്ചനുണ്ട്. പക്ഷേ ഈ ഏക മകളുടെ ബുദ്ധിമുട്ട് ആരും പറഞ്ഞില്ല. കാരണം അതിൻ്റെ സങ്കടം പങ്കുവയ്ക്കാൻ ആരുമില്ല. ആ ഏക മകളുടെ ബുദ്ധിമുട്ടായിരിക്കും എന്നെ സ്പർശിച്ചത്. അപ്പോൾ ആ ഒരു മകളുള്ളതിൻ്റെ ബുദ്ധിമുട്ട് അതാണ്. നമുക്കൊന്നേ നമ്മുടെ ദുഃഖങ്ങൾ, സ്വകാര്യ ദുഃഖങ്ങൾ മറ്റുമൊക്കെ ഉണ്ടാവില്ല ഒരു പെൺകുട്ടിക്കൊക്കെ, അതൊന്ന് പങ്കുവയ്ക്കാനായിട്ട് സ്വന്തം ഒരു കൂടപ്പിറപ്പിലുള്ളിടത്തോളം മറ്റുള്ളവരോട് പങ്കുവയ്ക്കാൻ പറ്റിയെന്ന് വരില്ല. ചുരുക്കം ചിലർക്ക് ഫ്രണ്ട്സ് ഉണ്ടാകാമായിരിക്കാം, പക്ഷേ ആ ഫ്രണ്ട്സിനോടുള്ള സമീപനം അല്ലല്ലോ സ്വന്തം അനിയത്തിയോടെ ചേർത്തിയോടെ ഉള്ളത്. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ലേഖനം ഞാൻ അതേപ്പറ്റി എഴുതിയിട്ടുണ്ട്. ഏകമകനുടെ ലേഖനം കൂടെ 2 പുസ്തകത്തിലും കണ്ട് അങ്ങനെ വരുന്നത്. ക്രിസ്തീയ കുടുംബങ്ങളിൽ നിന്ന് സാഹിത്യരംഗത്തേക്ക് അധികം ആളുകൾ കടന്നു വരുന്നില്ലല്ലോ. അത് ആദ്യം നമുക്ക് പ്രോത്സാഹനം വേണ്ടി കിട്ടിയിട്ടില്ല. പിന്നെ പാശ്ചാത്യയുടെ ജോലിയായിരുന്നു. മറ്റേ ഹൈന്ദവ കുടുംബങ്ങളിൽ നിന്ന് രാമായണം വായന, എല്ലാ വീടുകളിലും വായന, നാമജപം ചൊല്ലൽ, പിന്നെ അവർക്ക് പുരാണ കഥകൾ അധ്യാത്മ രാമായണം എഴുത്തച്ഛൻ്റേത്, കുഞ്ചൻ നമ്പ്യാരുടെ ഇത് തോട്ടം തുള്ളുകൾ, ഇതൊക്കെ നിത്യം വായിക്കുന്ന കുടുംബങ്ങൾ. അതുമായിട്ട് അവർക്ക് കൂടെ ഒരു ബാക്ക്ഗ്രൗണ്ടുണ്ട് കവിതയിലേക്കും സാഹിത്യത്തിലേക്കും ഉള്ളത്. അത് അങ്ങനത്തെ ഒരു അന്തരീക്ഷം നമുക്ക് ആദ്യകാലത്ത് കിട്ടിയിട്ടിരുന്നില്ല. കവിത എഴുതുന്നത് തന്നെ പോരായികയായിട്ട് കരുതിയിരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ കട്ടക്കയത്തിൻ്റെ ഈ ശ്രീയേശ വിജയം മഹാകാവ്യമാണത്. ഇപ്പോഴാണ് നമ്മുടെ ഈ ചെറുപ്പക്കാർ വന്നേ പിന്നെയാണ് അതൊക്കെ ഒന്ന് പൊക്കിക്കൊണ്ട് വരുന്നത്. അമ്മമാർക്ക് ക്ലാസ് എടുക്കാൻ പോയിട്ടുണ്ടോ? ഉണ്ട്. അമ്മമാസയിലേക്ക് ജോലിക്ക് വന്നേ പിന്നെ ക്ലാസ് എടുക്കാൻ പോയിട്ടുണ്ട്. അതിൻ്റെ മുമ്പ് ഞാൻ ക്ലാസ് എടുക്കാൻ പോയിട്ടുണ്ട്. അത് എന്തിനെ പറ്റിയെന്നിപ്പോൾ ഞാൻ കൃത്യം ഓർക്കുന്നില്ല. ലേഖനങ്ങൾ എഴുതാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആദ്യം എവിടെ പ്രസംഗിക്കാൻ പോയിരുന്നപ്പോൾ ഞാൻ ഓർക്കണില്ല. SI സിസ്റ്റേഴ്സ് എന്നെ ക്ഷണിച്ച് കൊണ്ടുപോയത്. അപ്പോൾ ഈ പ്രസംഗിക്കാനുള്ള കഴിവൊക്കെ പൈങ്കുളത്ത് പഠിക്കുമ്പോൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഒരവസരം വരുമ്പോൾ പ്രത്യേകിച്ച് എഴുതുകയും വായിക്കുകയും ചെയ്യാതെ 2 വാക്ക് പറയാനുള്ള കഴിവ് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ആരൊക്കെ പഠിക്കുമ്പോഴാണെങ്കിൽ പെട്ടെന്ന് ആരെങ്കിലും ഒരു ചീഫ് ഗസ്റ്റ് വന്നു, 2 വാക്ക് അഭിനന്ദനം പറയണം, അല്ലെങ്കിൽ ഒരു സ്വാഗതം പറയണം, അങ്ങനെയൊക്കെ വരുമ്പോൾ പെട്ടെന്ന് എന്നെ വിളിക്കും. അപ്പം അങ്ങനെ പ്രത്യേക ഒരുക്കങ്ങളൊന്നും കൂടാതെ ഏത് സ്റ്റേജിലും കയറി പ്രസംഗിക്കാനുള്ളൊരു കഴിവ് കാണിച്ചിട്ടുണ്ടെന്ന്. അമ്മ എൻ്റെ അപ്പൻ്റെ പെങ്ങളുടെ മകളാണ്. ഞങ്ങൾ 2 പേരും ഒരേ പ്രായവും. അപ്പോൾ ഹൈസ്കൂൾ ആരക്കുഴ ഹൈസ്കൂൾ തുടങ്ങിയപ്പോൾ ഞാൻ മൂവാറ്റുപുഴയിൽ നിന്നും ആരക്കുഴയ്ക്ക് പഠിക്കുവാൻ വന്നു. അപ്പോൾ ജമ്മയും ആരക്കുഴ തന്നെ പഠനം ആരംഭിച്ചു. 4th, 5th, 6th 10ാം ക്ലാസ് വരെ ഞങ്ങൾ ഒരുമിച്ചാണ് പഠിച്ചത്. അവിടെ വെച്ച് തന്നെ ആ പഠനകാലത്ത് ജമ്മയെ എന്തോ ഒരു പ്രത്യേകത ആധ്യാത്മികമായിട്ടും ഈശോയോട് കൂടുതൽ അടുപ്പമുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ കലകൾ ജമ്മ ഇങ്ങനെ ചിന്തിച്ചിരിക്കുകയും എപ്പോഴും ഇനി ചെറിയ ചെറിയ പദ്യങ്ങളൊക്കെ എഴുതുകയും എല്ലാം ചെയ്യുമായിരുന്നു. അങ്ങനെ എനിക്ക് ഹൈസ്കൂളിൽ ആയപ്പോൾ പിന്നെ ജമ്മ തന്നെ ഒരു നാടകം എഴുതിയുണ്ടാക്കി. ആ നാടകം ഞങ്ങൾ ആനിവേഴ്സറിക്ക് ഞങ്ങൾ 10ലെ കുട്ടികളെല്ലാവരും കൂടി അത് ഭംഗിയായിട്ട് അഭിനയിച്ചത് ഓർക്കുന്നു. ഹൈസ്കൂളിൽ പഠിച്ചപ്പോൾ തുടങ്ങിയാണിത് ജമ്മ ഞങ്ങൾ ഒരുമിച്ച് വന്നത്. അപ്പോൾ എല്ലാ ദിവസവും ഞങ്ങൾ പള്ളിയിൽ പോകും. ഞങ്ങൾ കുട്ടികളെല്ലാവരും പോവും വീട്ടിൽ നിന്ന്. അപ്പോൾ ജമ്മ ഞങ്ങൾ ഒരുമിച്ച് തന്നെ മുട്ടുകുത്തും. പള്ളിയിൽ കുർബാന കൈക്കൊണ്ട് കഴിഞ്ഞ് പ്രയറും എല്ലാം ചൊല്ലി ഞങ്ങൾ മൗനമായിട്ട് തന്നെ ഇങ്ങോട്ട് തിരിക്കും, വീട്ടിലേക്കും പോരും. വഴിക്ക് ഞങ്ങളധികം സംസാരിക്കാറില്ല. അപ്പോഴെല്ലാം ഞങ്ങളെ ഇവിടെ സുഹൃദേവൻ ചൊല്ലി പോരണം. പിന്നെ അധികം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും
നോക്കുകയൊന്നും ചെയ്യാറില്ല. അത് പൊതുവെ എല്ലാവരും ഞങ്ങളെല്ലാവരും അങ്ങനെയാണെങ്കിലും ജമ്മയ്ക്കൊരു ജമ്മ ശരിക്കും കീഴോട്ട് നോക്കി ഒന്നും കാണാത്ത വിധത്തിൽ നടക്കുന്നതായിട്ടാണ് കണ്ടേക്കുന്നത്. അപ്പോൾ ഒരു ദിവസം ഒരു ചേച്ചി എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, ഈ കൊച്ച് കുർബാന കൈക്കൊണ്ട് കഴിഞ്ഞിട്ട് ചിരിക്കുകയും വർത്താനം പറയുകയൊക്കെ ചെയ്യണ്ടല്ലോ മോളെ, ആ കൊച്ച് ഈശോയോട് സംസാരിക്കണതാണോ എന്നിങ്ങനെ എന്നോട് സംശയം ചോദിച്ചു ഞാൻ ഓർക്കുന്നു. അമ്മമാരോട് എന്താ അമ്മയ്ക്ക് പറയാനുള്ളത്? മക്കളുമായിട്ടുള്ള സമ്പർക്കം നല്ലപോലെ വേണം. അവിടെ ഏറ്റവും നല്ല അടുത്ത ഫ്രണ്ട്സ് അമ്മയായിരിക്കണം, പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ചും. പക്ഷെ ഇന്ന് ആ നിലയൊക്കെ മാറിപ്പോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇന്ന് ഗേൾസ് തമ്മിൽ അവർ ഒരു ഗാങ്ങായിട്ട് അവർ പോകും, ബോയ്സും ഗേൾസും കൂടി ഒരു ഗാങ്ങായിട്ട് അങ്ങനെ പോകും. അപ്പോൾ അങ്ങനെയൊക്കെ പോകുമ്പോൾ പല പെശകുകളും വരുന്നിട്ടാണ് കേൾക്കുന്നു. അത് മിങ്കിൾ ചെയ്യുന്ന കൂടുന്നത് ചീത്തയെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷെ നമുക്ക് നമ്മുടേതായ ആ വാല്യൂ ഉണ്ടല്ലോ, അത് കേൾക്കണം. അതിനാ എപ്പോഴും മുതിർന്നവരുടെ ടീച്ചേഴ്സിൻ്റെയോ അല്ലെങ്കിൽ പേരൻസിൻ്റെയോ നോട്ടം ഉണ്ടായിരിക്കണം. അഴുങ്ങലും കഴിച്ചു വിടരുത്. ആ ഒരു നോട്ടം പ്രത്യേകിച്ചും കൗമാരത്തിലേക്ക് അടുക്കുന്ന കുട്ടികൾക്ക് അവരുടേതായ പ്രശ്നങ്ങളുണ്ട്. പെൺകുട്ടികൾക്ക് ആൺകുട്ടികൾക്കുണ്ട്. അപ്പന്മാർക്ക് മക്കളെ പറ്റി നോട്ടം വേണം, അമ്മമാർക്ക് പെൺമക്കളെ പറ്റിയും മക്കളെ പറ്റിയൊക്കെ നോട്ടം വേണം. ആ നോട്ടം നിന്ന് വേണ്ടയിടത്ത് കിട്ടാണ്ട് പോകുന്നതുകൊണ്ടാണ് ചിലതൊക്കെ പോകുന്നതെന്ന് തോന്നുന്നു. പിന്നെ നമ്മുടെ ഒരു നിയന്ത്രണം ഒരു നോട്ടമില്ലാതെ പോകുന്ന ആ ഗാദറിങ് അങ്ങനെ. പിന്നെ പെൺകുട്ടികൾ പലയിടത്തും തൻ്റെ ഇടം കൂടി പോകുന്നുണ്ട്. എനിക്ക് നാടൻ ഭാഷ പറയുന്നതാണ് കേട്ടോ. തൻ്റെ ഇടം കുറച്ച് കൂടുതൽ കാണിക്കുന്നുണ്ട് പലയിടത്തും. അപ്പോൾ അതൊക്കെ അതുകൊണ്ട് മുമ്പോട്ട് വരുന്നതല്ല, തീർച്ചയായിട്ടും കഴിവുകളും വികസിപ്പിക്കണം. നാടിന് സൗകര്യം നല്ലത് ചെയ്യണം, നല്ല പ്രാസംഗികരാകണം, കലാകാരികളാകണം, ഇതെല്ലാം ആവശ്യമാണ്. അവിടെയെല്ലാം നമുക്കൊരു ക്രിസ്ത്യൻ വ്യൂ വേണം. ക്രൈസ്തവ പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച്. അല്ലാത്തവർക്ക് മോറൽ വാല്യൂ എന്ന് പറഞ്ഞാൽ എല്ലാ മതക്കാർക്കും ഉള്ളതല്ലേ. സത്യം പറയണം, കളവ് ചെയ്യരുത്, അങ്ങനെയൊക്കെ മോറൽ വാല്യൂ. മാതാപിതാക്കന്മാരെ ആദരിക്കണം, ബഹുമാനിക്കണം, അതൊക്കെ തന്നെ ഒത്തിരി ക്ഷയം വന്നിട്ടുണ്ട്. പലയിടത്തും കുടുംബങ്ങൾ കേൾക്കുന്നു, അപ്പനും അമ്മയും വയസ്സായ പിന്നെ ഏതെങ്കിലും സ്ഥാപനത്തിൽ കൊണ്ടാക്കുക, നടക്കുന്നുണ്ടത് പലയിടത്തും. അതൊക്കെ എന്തുകൊണ്ട് അങ്ങനെ വരുന്നത്? നമ്മുടെ മക്കൾക്ക് വേണ്ടത്ര ധാർമ്മിക ബോധം ഇല്ലാത്തതുകൊണ്ടല്ലേ. വയസ്സായാലും അപ്പനും അമ്മയും ജോലി ഉണ്ടെങ്കിൽ അപ്പനും അമ്മയും കാരണം ചുമതലയുണ്ട്. 10 പ്രമാണങ്ങളെ പറഞ്ഞേക്കണമെന്നാണല്ലോ. അമ്മയുടെ സന്യാസ ജീവിതത്തെക്കുറിച്ചൊന്ന് പറയാമോ? പ്രാർത്ഥനാനുഭവത്തെക്കുറിച്ചൊക്കെ. സന്യാസത്തെ ആഗ്രഹിച്ച് വന്നതായതുകൊണ്ട് അതിലൊരു ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. ആരും ബുദ്ധിമുട്ട് അനുസരിക്കാനൊക്കെ ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ സുപ്പീരിയർ പറഞ്ഞാലും ഇപ്പം ഇഷ്ടമില്ലാത്ത കാര്യമാണെങ്കിലും അത് അവിടെ പോകരുത്, അല്ലെങ്കിൽ എൻ്റെ കാര്യം വായിക്കരുത്, അങ്ങനെയൊക്കെ പറയുന്ന അതിന് ബുദ്ധിമുട്ട് തോന്നും. പക്ഷേ ഇത് ആഗ്രഹിച്ച് വന്നതായതുകൊണ്ട് ഇത് ചെയ്യേണ്ട, അനുസരണിക്കുക എന്നുള്ളത് ചുമതലയായതുകൊണ്ട് അതേപ്പറ്റി പിന്നെ അനുസരിക്കാൻ ബുദ്ധിമുട്ട് തോന്നിയാൽ ചെയ്യും. ഒരിക്കലും പരിപൂർത്തനല്ല, ഇതെൻ്റെ ചുമതലയാണ്, കടമയാണ്. അപ്പോൾ അങ്ങനെ കടന്നു വന്നാൽ ദൈവവുമായിട്ടുള്ള ഐക്യം. അപ്പോൾ അന്നൊക്കെ ഞങ്ങൾ പ്രാർത്ഥന ചെയ്തെന്ന് പറയുമ്പോൾ നിയമങ്ങൾക്ക് അനുഷ്ഠിക്കുക, സ്പിരിച്വൽ റീഡിംഗ് ഉണ്ട്, വിയസാഗിരിയുണ്ട്, പിന്നെ പള്ളിയിലുള്ള ചില കൊന്തയുണ്ട്, അങ്ങനെ അതൊക്കെ തെറ്റിക്കാതെ നടക്കുന്നുള്ളതല്ലാണ്ട് അത് കവിഞ്ഞ് അതിൽ നിന്ന് ദൈവ അനുഭവത്തിലേക്ക് അന്ന് അത്രയും വളർന്നിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് അന്ന് ഭക്തകൃത്യങ്ങളായിട്ട് തമ്പുരാനായിട്ടുള്ള പിന്നെ കൂടെ വിശുദ്ധ പള്ളി പോവുക, അങ്ങനെ അധികാരികൾ അന്നൊക്കെ അങ്ങനെ പഠിപ്പിച്ചിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ അന്നത്തെ ആധ്യാത്മികം അല്ല ഇന്ന് വരുന്നത്തെ. ഇന്ന് ദൈവവുമായിട്ടുള്ളൊരു അടുത്ത ബന്ധം, ഒരു ക്ലോസ് റിലേഷൻഷിപ്പ് ഇന്ന് എനിക്ക് അനുഭവപ്പെടുന്നതാണ്, തമ്പുരാനായിട്ടുള്ളൊരു അടുത്ത ബന്ധം. അപ്പോൾ എന്തൊക്കെ വന്നാലും അവന് ബുദ്ധിമുട്ട് തോന്നിയാലും സഹനം ഇത് മസ്റ്റായിട്ടാണ് ഞാൻ കരുതുന്നത്. സഹനമില്ലാതെ സ്നേഹം. അമ്മമാർ സഹിച്ചിട്ടല്ലേ മക്കൾ ജനിപ്പിച്ച് വളർത്തുന്നത്, എന്തുകൊണ്ട് സഹിച്ചാണ് കുഞ്ഞുങ്ങൾ വളർത്തിയെടുക്കുന്നത്. അപ്പോൾ സഹനം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും ഉണ്ടാകും. അപ്പോൾ നമ്മൾ എങ്ങനെ അതിനെ അഭിമുഖീകരിക്കുന്നുള്ളതാണ്. അപ്പോൾ എന്തെങ്കിലും അസുഖ രോഗം എന്നുള്ളത് മാറ്റിക്കിട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സഹനത്തിന് കിട്ടുന്ന ചെറിയ അവസരമായിട്ട് ഞാൻ അതിനിടും. അതുകൊണ്ട് ചികിത്സിക്കാതിരിക്കുന്നില്ല, ഇത് രോഗം വന്നാലും ചികിത്സിക്കും, അധികാരികൾ നിർബന്ധിക്കും ചികിത്സിക്കാനായിട്ട്. അങ്ങനെ ചികിത്സയൊക്കെ ഉണ്ട്, ഒരു അവസ്ഥയുണ്ട്. പക്ഷേ ആ ചികിത്സ മാറിയില്ലെങ്കിലും കുറിപ്പില്ല. സിസ്റ്റർ ജമ്മയെക്കുറിച്ച് എനിക്കറിയാവുന്നിടത്തോളം നോക്കുമ്പോഴൊരു ധ്യാനാത്മക ജീവിതം നയിക്കുന്ന, ഒരു ധ്യാനിച്ച് നടക്കുന്ന ഒരു വ്യക്തിയെപ്പോലെ തോന്നും. അതായത് ശാന്തമായി ഒഴുകുന്ന ഒരു നദിയെപ്പോലെയോ അങ്ങനെയൊക്കെയാണ് പറയാൻ എനിക്ക് തോന്നുന്നത്. ഏറ്റവും വിനീതമായൊരു ഭാവം സിസ്റ്റർ ജമ്മയുടെ ജീവിതത്തിൽ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ഏറ്റവും ഉള്ളതുകൊണ്ട് പരിമിതമായിട്ട് ഇത്രയും മതി, എനിക്ക് ഇത്രയും കൊണ്ട് ജീവിക്കാം എന്നുള്ള ഒരു ശൈലി, ഒരു ഭാവം അത് ജീവിതത്തിലുണ്ട്. പിന്നെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ കഴിയുന്നതും എനിക്ക് എന്നെക്കൊണ്ട് ചെയ്യാവുന്നതെല്ലാം ഞാൻ ചെയ്തോളാം. ഉദാഹരണം, ഒരു ഇച്ചിരി ചൂടുവെള്ളം എനിക്ക് കിട്ടിയാൽ കൊള്ളായിരുന്നു, അവിടെ ഉണ്ടെങ്കിൽ മതി എന്ന് പറയുന്ന ഭാവം, അത് അത്രയും
അല്ലാതെ എനിക്ക് വേണം എന്നല്ല, അവിടെ ഉണ്ടെങ്കിൽ എനിക്ക് ഇച്ചിരി കിട്ടിയാൽ കൊള്ളാം എന്ന അത്രയും വിനീതമായിട്ട് തൻ്റെ ആവശ്യങ്ങൾ പറയുന്നു. പിന്നെ എന്തെങ്കിലും സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കാനുള്ള ഒരു വലിയ ഒരാഗ്രഹമുണ്ട്. ഇപ്പോഴും വയ്യാത്ത, ഒരു ഫാൻ ഇട്ടാൽ പോലും പറന്നു പോകാനുള്ള ആളെ ഉള്ളെങ്കിലും ഞങ്ങളെന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ ഞാനും കൂടി ചെയ്യാമെന്ന് പറയുമ്പോൾ ഞങ്ങൾക്കൊരു വിഷമം തോന്നും ചെയ്യാൻ. അത് വേണ്ടാമ്മേ ഞങ്ങൾ ചെയ്തോളാം എന്ന് പറയുമ്പോൾ സിസ്റ്റർ ജമ്മ പറയുന്നത്, നിങ്ങൾ കപ്പ പൊളിക്കുമ്പോൾ എനിക്ക് ആ കപ്പയൊന്നും എടുത്ത് പൊളിക്കാനുള്ള ആരോഗ്യമില്ല, പക്ഷേ ഞാൻ ഉള്ളി പൊളിച്ചു തരാം, എനിക്ക് ഉള്ളി തന്നാൽ മതി, ഞാൻ ഉള്ളി പൊളിക്കാം എന്ന് പറയുന്ന അത്രയും എന്തും ചെയ്യാനുള്ളൊരു സന്നദ്ധത ഇപ്പോഴും ഈ ഇത്രയും പ്രായത്തിലും കാണാൻ സാധിക്കുന്നുണ്ട്. എപ്പോഴും സന്തോഷത്തോടു കൂടി ശാന്തമായിട്ട് വിനീതമായിട്ട് സ്വന്തം കാര്യങ്ങളിൽ, അതോടൊപ്പം തന്നെ സഭയുടെ കാര്യങ്ങളിൽ ഭാവി തലമുറയ്ക്ക് വേണ്ടി വളരാനും വളർത്താനും വേണ്ടിയുള്ളൊരു വലിയ കാഴ്ചപ്പാട് കാണാൻ പറ്റുന്നുണ്ട്. പ്രത്യേകിച്ച് സ്വന്തമായിട്ട് ചെയ്യാവുന്ന ഈ ചെറിയ കൃഷി പണ്ട് എനിക്ക് ഓർമ്മ വയ്ക്കുമ്പോൾ തുടങ്ങി കാണുന്നിട്ടുണ്ട്. ചെറിയ മരത്തൈകൾ, ഫലവൃക്ഷത്തിൻ്റെ തൈകൾ നട്ടുണ്ടാക്കി അത് കുഞ്ഞു കൂടിനകത്താക്കി ആർക്കെങ്കിലുമൊക്കെ ഏതെങ്കിലും മഠങ്ങളിലേക്ക്, അത് പുതിയതായിട്ട് തുടങ്ങുന്ന മഠങ്ങളിലേക്കൊക്കെ കൊടുത്തയച്ച് അവിടെയും വളരണം, അവിടെ ഉണ്ടാകണം എന്നുള്ള ഒരു വലിയ ഒരു ഭാവം, ഒരു പ്രവൃത്തി സിസ്റ്റർ ജമ്മയുടെ ജീവിതത്തിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. സന്യാസിലേക്ക് വന്നപ്പോൾ സർഗാത്മകമായിട്ടുള്ള കഴിവുകൾ അത് വളർത്തിയെടുക്കാനായിട്ടുള്ള സാഹചര്യം? ഇത് എനിക്ക് അമ്മമാസിയിൽ വലിയ അനുഗ്രഹമാണ്, ഞാൻ പറഞ്ഞില്ല, അമ്മമാസിയെ കിട്ടിയത്. പിന്നെ ചില അധികാരികളെ പ്രോത്സാഹിപ്പിക്കും. ഇപ്പോൾ ഇവിടെ വയ്യാണ്ടിരിക്കുന്ന ആദ്യത്തെ മദർ ജനറൽ എന്നെ പ്രോത്സാഹിപ്പിച്ച കൂട്ടത്തിലാണ്. ആദ്യത്തെ പുസ്തകം എടുക്കാനിടാന്നൊക്കെ എൻ്റെ കയ്യിൽ പൈസ ഇല്ലല്ലോ. അപ്പോൾ ആദ്യത്തെ പുസ്തകം എടുക്കാനുള്ള പൈസ അമ്മ തന്നു. ആദ്യം തന്നെ ആ പുസ്തകം വിറ്റ് ആ പൈസ തിരിച്ചു കൊടുത്തു. പിന്നെ ഞങ്ങൾക്കൊരു അനുവാദം കിട്ടി ജോയിൻ്റ് അക്കൗണ്ട് പാടുന്നുണ്ടെങ്കിൽ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്ക്. അപ്പോൾ ഞാൻ ഈ സാഹിത്യ രംഗത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ കവിതകൾ എഴുതി കൊടുത്താൽ അല്ലെങ്കിൽ ലേഖനം എഴുതി ചിലപ്പം പൈസ കിട്ടിയെന്ന് വരും. പ്രസംഗിക്കാൻ പോയാലൊക്കെ ചിലപ്പം വണ്ടിക്ക് യാത്രക്കാർ അവരെടുക്കുകയാണെങ്കിൽ പൈസയൊക്കെ വാങ്ങിക്കില്ല, അല്ലെങ്കിൽ വണ്ടിക്കൂലിക്കുള്ള യാത്ര ചിലവ് തരുമ്പോൾ വാങ്ങിക്കും. അപ്പോൾ അങ്ങനെ എല്ലാം കൂടെ ഇങ്ങനെ സംഘടിപ്പിച്ചത് അത് വലിയ തുകയൊന്നുമില്ല. അപ്പം പിന്നെ ഈ രംഗത്ത് ഞങ്ങളുടെ ഈ പ്രൊവിൻസിൽ ഈ സാഹിത്യ രംഗത്ത് കഴിവുള്ള വ്യക്തികളെ വളർത്തിയെടുക്കാനുള്ള ഒരു ഫണ്ട് രൂപീകരിക്കുന്നുള്ള ആഗ്രഹം എനിക്കുണ്ട്. അപ്പോൾ എനിക്ക് സ്വന്തമായിട്ട് പിന്നെ ഈ പുസ്തകം വാങ്ങാൻ അങ്ങനെ ഈ ഫണ്ടിൽ നിന്ന് പൈസ എടുക്കുന്നു. പിന്നെ ഇതിനെ പ്രോത്സാഹിപ്പിക്കാൻ ഇപ്പം എൻ്റെ അച്ഛൻ്റെ അമ്മാവൻ്റെ മക്കൾ ഡോക്ടർ ഡയാന സിസ്റ്ററാണ് MSDയുടെ സിസ്റ്റർ. 5000 രൂപ എനിക്ക് കൈയോടെ എടുത്തു തന്നു, ഒരു ചേച്ചിയുടെ പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്യണമെന്ന് പറഞ്ഞു. അതുപോലെ പിന്നെ ആങ്ങളെ ബ്രദർ ഡോക്ടറിന് പൈസ എന്നിട്ട് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടെ കൂട്ടിയാണ് ഒരു ഫണ്ട്, ചെറിയൊരു ഫണ്ട് ഞാൻ 50,000 ഫണ്ടേ ഉള്ളൂ. പിന്നെ ഈ പുസ്തകത്തിൽ നിന്ന് പൈസ കിട്ടിയതൊക്കെ അങ്ങനെ സംഘടിപ്പിച്ച് പ്രൊവിൻഷ്യൽ എഴുതി കൊടുത്തിട്ടുണ്ട്. അത് ഈ എൻ്റെ ലക്ഷ്യം ഇതാണ്, അത് ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. ഈ പ്രൊവിൻസിലെ പുസ്തക രചനകൾ നടത്തുന്നത് പ്രത്യേകിച്ചും കുടുംബ പ്രസിദ്ധത്തെ പറ്റി മുൻതൂക്കം കൊടുത്ത് എഴുതുന്ന പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാൻ അങ്ങനെ ഒരു സഹായം കൊടുക്കണം എന്നുള്ള ഇതാണ് ഞാനിത് എഴുതി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് സഭയിൽ ഞങ്ങൾ വളർന്നു വരാൻ വേണ്ടി. 83ാമത്തെ വയസ്സിലും സിസ്റ്റർ ഇത്ര സന്തോഷകരമായിട്ട് ജീവിതം നയിക്കുന്നത് എങ്ങനെയാണ്? എല്ലാം ദൈവത്തിലുള്ളൊരു ജീവിതമാണ്, ദൈവത്തിന് വേണ്ടി ദൈവത്തിലുള്ള ജീവിതമാണ്. അതിന് കഴിയുന്ന ലോകത്തിൻ്റെ തിന്മകൾക്ക് പരിഹാരം ചെയ്യേണ്ട മുഖ്യ ഒരു ആഗ്രഹം എനിക്കുണ്ട്. പരിഹാരം ആവശ്യമുണ്ട്. എന്തുമാത്രം തിന്മകളാണ് നമ്മുടെ ചുറ്റും. സന്യാസഭകളിൽ പോലും തിന്മകൾ കടന്നു കൂടുന്നുണ്ട്, ലൗകായികത്വം സന്യാസഭകളും കടന്നു കൂടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള തിന്മകളൊക്കെ എൻ്റെ തന്നെ തെറ്റും കുറ്റങ്ങളും ഒത്തിരി ഉണ്ടായിട്ടില്ലേ, കുറ്റങ്ങളുണ്ട്. അപ്പോൾ ഇതിനെല്ലാം പരിഹാരം ചെയ്യുന്നുണ്ട്. ഈശോ ഭൂമിയിലേക്ക് വന്നത് പരിഹാരം ചെയ്യാനല്ലേ കുരിശ് മരണം വരുത്തുകയും. അപ്പോൾ ആ സഹനത്തിൽ പറ്റുന്നിടത്തും പങ്കുവഹിച്ചുകൊണ്ട് പരിഹാരം ചെയ്യാനുള്ള എൻ്റെ പ്രത്യേക ആഗ്രഹമുണ്ട്. ഈ അട്ടപ്പാടിയിലെ അച്ഛനൊരിക്കൽ പ്രാർത്ഥിക്കാൻ, എൻ്റെ തല കഴിച്ച് പ്രാർത്ഥിക്കേണ്ട അവസരം. അപ്പം ഞാൻ ചോദിച്ച അനുഗ്രഹം ഇതാണ്, പരിഹാരം ചെയ്യാനുള്ള ആഗ്രഹം. പിന്നെ വേറെ അതുകൊണ്ട് ഇങ്ങോട്ട് പ്രാർത്ഥിക്കാനായിട്ട് ഒരു ധ്യാനഗുരു ഇങ്ങനെ കുറച്ച് ദർശനങ്ങൾക്കുള്ള ആവശ്യമാണ്. അവിടെ ഞാൻ പറഞ്ഞതാണ് പ്രത്യേകമായിട്ട് എൻ്റെ ആഗ്രഹം പരിഹാരം ചെയ്യാനുള്ള ആഗ്രഹം വേണമെന്നുള്ളത്. അപ്പോൾ സഹനം ഏറ്റെടുക്കണം. വലിയ സഹനമൊന്നും എനിക്കില്ല, കൊച്ചു സഹനങ്ങളൊക്കെ ഉള്ളൂ. അത് ഞാൻ നല്ല മനസ്സോടുകൂടി യേശുവിൻ്റെ സഹനത്തോടെ അത് കാഴ്ചവെക്കുന്നു, പരിഹാരമായിട്ട് കാഴ്ചവെക്കുന്നു. അപ്പോൾ അത് നമുക്ക് സന്തോഷിക്കാനുള്ള സഹനം കിട്ടുമ്പോൾ സന്തോഷിക്കാനുള്ള വകയേ ഉള്ളൂ. വാർദ്ധക്യ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആൾക്കാരോട് അമ്മയ്ക്ക് എന്താണ് അമ്മയുടെ ആ ഒരു സന്തോഷ ജീവിതം എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞ് അവരെ ഒന്ന് ആശ്വസിപ്പിക്കാനായിട്ട് അമ്മയ്ക്ക്? സന്തോഷം വാർദ്ധക്യ കാലത്തിൽ ആരോടും ഉള്ളിൽ കൽമഷം ഉണ്ടാകരുത്, കാലുഷ്യം ഉണ്ടാകരുത്. എല്ലാവരും ക്ഷമിക്കാനുള്ള, കാരണം പലരും നമുക്ക് ബുദ്ധിമുട്ടും ഒക്കെ. എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് സന്യാസഭയിൽ നിന്ന് തന്നെയാണെങ്കിൽ ഓരോരോ ജോലിയുടെ സംബന്ധിച്ചൊക്കെ. അപ്പോൾ അതൊക്കെ നമുക്ക് ക്ഷമിക്കാം. ഇന്ന് ആർക്കും എന്നോട് വിരോധമില്ല. അന്ന് ഞാൻ അമാവാസിയെ സംബന്ധിച്ച് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായപ്പോഴാണെങ്കിലും അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചിരുന്നു.
അങ്ങനെ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് തന്ന ആളുകൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ശത്രുക്കളെ സ്നേഹിക്കാന്നല്ലേ യേശു പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങനെ വരുമ്പോൾ നമ്മളെല്ലാവരും തിരിഞ്ഞു വരും. ഇപ്പം എല്ലാവർക്കും എന്നോട് സ്നേഹമാണ്. ആർക്കും എനിക്കും ആരോടും പണക്കമില്ല ഇല്ല. ഇപ്പം ചിലരുടെ ചില രീതികൾ കാണുമ്പോൾ ദേഷ്യം വരും. അപ്പം കുറ്റപ്പെടുത്തുകയും ഇതൊക്കെ ചെയ്യും, ഞാൻ കുറ്റം പറയുകയൊക്കെ ചെയ്യും. എന്നാലും ഒരു ഉള്ളൊരു ഒരു കാലുഷ്യം എന്ന് പറഞ്ഞാൽ ആരോടും ഇല്ല. അങ്ങനെ നമുക്ക് ആരോടെങ്കിലും കൽമഷം ഉള്ളിലുണ്ടെങ്കിൽ കാലുഷ്യം തമ്പുരാനോട് സ്വന്തമായിട്ട് ഇടപെടാൻ പറ്റില്ല. തമ്പുരാനോട് സ്വന്തമായിട്ട് ഇടപെടണമെങ്കിൽ ആരോടും വഴക്കോ വൈരാഗ്യമോ ഇല്ലാതിരിക്കണം. ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ ദൈവവിളി ഒരുപാട് കുറഞ്ഞു വരുന്നുണ്ടല്ലോ. അമ്മയ്ക്ക് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? പല കാരണങ്ങൾ എനിക്ക് തോന്നുന്നുണ്ട്. ഒന്നത് മൊത്തത്തിൽ പറഞ്ഞാൽ പണ്ടത്തെ ഉള്ള ആ ഇല്ലായ്മയുടെ ജീവിതം ഇന്ന് പറ്റില്ല. ഇന്ന് നമുക്ക് ടി വി കാണണം. അന്നൊക്കെ ടി വി കണ്ടിട്ടില്ല. ടി വി കാണണം, റേഡിയോ കേൾക്കാം, പിന്നെ പത്രങ്ങൾ കൂടുതൽ വായിക്കാം. അന്നൊക്കെ ആദ്യമൊന്നും അനുവാദം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അത് എല്ലാം പിന്നെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് വരുമ്പം അവർക്കിതൊക്കെ ആവശ്യമാണ്. ടി വി കാണേണ്ടത്, ടി വിയിൽ ന്യൂസ് കാണേണ്ടത് ഇതൊക്കെ ആവശ്യമാണ്. അപ്പം അങ്ങനെ നോക്കുമ്പം ഈ സന്യാസത്തിൻ്റെ പൊതുവെ കാണുന്ന, മൊത്തത്തിൽ കാണുന്ന അല്ലെങ്കിൽ ഭാഗ്യമായിട്ട് കാണുന്ന ആ ത്യാഗ ചൈതന്യം കുറഞ്ഞു പോകുന്നുണ്ടെന്ന് ചിലരുടെ കാര്യത്തിലെങ്കിലും. പിന്നെ പൊതുവെ അതുകൊണ്ട് എല്ലാവരും അങ്ങനെയാണെന്നല്ല പറയുന്നത്. നല്ല ചൈതന്യത്തിൽ ജീവിക്കുന്ന വ്യക്തികൾ ഇപ്പോഴും ഉണ്ട് സന്യാസഭകളിൽ. പക്ഷേ പൊതുവെ നോക്കുമ്പം ഇങ്ങനെ സന്യാസ ചൈതന്യം അല്പം കുറഞ്ഞു പോയതുപോലെ എനിക്ക് തോന്നുന്നതാണ്. പിന്നെ കുടുംബങ്ങളിൽ അംഗങ്ങൾ കുറവാണ്. ഒന്നും രണ്ടും ഒക്കെ ഉള്ളിടത്ത് പിന്നെ മാതാപിതാക്കന്മാർക്ക് ഉത്സാഹിപ്പിച്ച് മഠത്തിൽ വിടണം എന്നുള്ള ആഗ്രഹവും കുറവാണ്. പിന്നെ ലോകത്തിൻ്റെ ആ അരൂപി ഇപ്പം സന്യാസഭകളിലേക്കും കുറേയെല്ലാം കടന്നുകൂടുന്നുണ്ട്. ഭക്ഷണത്തിൽ, വസ്ത്രത്തിൽ, മറ്റ് പെരുമാറ്റങ്ങളിൽ എല്ലാം. അതേസമയം നല്ല ബുദ്ധിമുട്ടുന്നവരുണ്ട്. അപ്പോൾ ഒരു ഈസി ലൈഫിലേക്കുള്ള ഒരു ചായ്വും ഉണ്ടാകുന്നുണ്ട് ചിലയിടത്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടാണ്. പിന്നെ അംഗങ്ങളില്ലാത്തതിൻ്റെ കുറവ് നല്ലപോലെയുണ്ട്. മഠത്തിൽ പോയി രണ്ടേ ഉള്ളെങ്കിൽ അതിനെ ഒന്നിനെങ്കിലും മഠത്തിൽ വിടുന്ന മഠത്തിൽ പോകാൻ അവർക്ക് താല്പര്യമില്ല, വിടുന്നു ആഗ്രഹമില്ല. കാരണം അവർ ഈ ടി വിയിലെല്ലാം കാണുന്നത് ഇന്നത്തെ ജീവിതത്തിൻ്റെ സന്തോഷം ആർഭാടങ്ങളുമെല്ലാമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു സന്തോഷ ജീവിതം അവർ ആഗ്രഹിച്ചു പോകുന്നു പെൺകുട്ടികൾ. 83-ാമത്തെ വയസ്സിൽ അമ്മയ്ക്കുള്ള സ്വപ്നം എന്താണ്? ലോകത്തിലെ തിന്മകൾക്ക് കഴിയുന്നതിൻ്റെ പരമാവധി പരിഹാരം ചെയ്യണം. കിട്ടുന്ന സകലം നഷ്ടപ്പെടുത്താതെ ഏറ്റെടുക്കണം. ഇതൊക്കെയാണ് എൻ്റെ സ്വപ്നങ്ങളാണ്. കുടുംബത്തിൻ്റെ പെൺകുട്ടികളുടെ ആണെങ്കിലും കുട്ടികളുടെ കുടുംബങ്ങളിലെ സുസ്ഥിതി മെച്ചപ്പെടുത്താൻ കഴിയുന്നത് എല്ലാം ഇനിയും ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇനി ചെയ്യണം. നല്ല കുടുംബങ്ങൾ സ്വസ്ഥത്തിൽ ഉണ്ടാകണം. അമ്മയ്ക്ക് സ്വർഗത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടൊന്ന് പറയാമോ? അത് എൻ്റെ ചില കവിതകൾ വന്നിട്ടുണ്ട്. ഇത് സ്വർഗത്തിൽ കാഴ്ചപ്പാട് നമ്മളെല്ലാവരും ദൈവത്തോടുകൂടി ആയിരിക്കുന്ന ഒരു അവിടെ ദുഃഖമില്ല, കണ്ണുനീരില്ല, എല്ലാം സന്തോഷത്തിൻ്റെതായൊരു ജീവിതം. അവിടെ എല്ലാവരും മാലാഖമാരെ പോലെയാണെന്ന് തമ്പുരാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അവിടെ സ്ത്രീയോ പുരുഷനോ ഇല്ല, എല്ലാവരും മാലാഖമാരെ പോലെയാണ്. അപ്പം ശരീരത്തിൻ്റെ പ്രതിബന്ധങ്ങളൊന്നും അവിടെ ഇല്ല. അക്ഷയം ദീപ്തി ദൈവത്വം എന്നുള്ള വരങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാകും. അതൊക്കെ മരിച്ചു കഴിഞ്ഞ് അങ്ങോട്ട് എത്തുമ്പോൾ ശരീരത്തിനുണ്ടാകുന്ന ഗുണങ്ങളാണ്. തമ്പുരാനെ സ്നേഹിക്കുന്നവർക്കും ദൈവത്തെ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ജീവിക്കാൻ മരിക്കുന്നവർക്കും സ്വർഗം ഉണ്ടെന്നുള്ളത് തീർച്ചയായും. സന്യാസ ജീവിതം നയിച്ചുകൊണ്ട് തന്നെ സാഹിത്യരംഗത്ത് ക്രൈസ്തവ മൂല്യങ്ങൾ നൽകി സമൂഹത്തെ, പ്രത്യേകിച്ച് സ്ത്രീ സമൂഹത്തെ വളർത്തിയ അമ്മയ്ക്ക് ശാലോം TV പ്രേക്ഷകരുടെ പേരിൽ നന്ദി അർപ്പിക്കുന്നു. സന്യാസ ജീവിതത്തിലും സർഗാത്മക വാസനകളെ വളർത്തുവാൻ സാധിക്കുമെന്ന് അമ്മയുടെ ജീവിതം തെളിയിച്ചിരിക്കുകയാണ്. ഈ ദൈവവിളിയോട് നമുക്കും പ്രതികരിക്കാം. നല്ല ദൈവവിളികൾക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.